കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്കയിറച്ചി റോസ്റ്റാണ്. നാടൻ രീതിയിൽ ഉള്ള കക്കയിറച്ചി റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് നല്ല വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന കക്കയിറച്ചി, തക്കാളി, വലിയുള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി. ആദ്യമായി റോസ്റ്റിനുള്ള മസാല പ്രിപ്പറേഷനാണ്. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളി ഏകദേശം മൂത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നമ്മൾ അതിൽ ചേർക്കുന്നു. അടുത്തതായിട്ട് മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നു. ആവശ്യത്തിന് മല്ലിപ്പൊടി നമ്മൾ അതിൽ ചേർക്കുന്നു. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറഞ്ഞ തീയിൽ വേണം നമ്മൾ ഇളക്കാൻ. നമ്മൾ വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ മീറ്റ് മസാല അതിലേക്ക് ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കുക. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മസാലയെ ആക്കിയെടുക്കണം. കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇളക്കുക. നമ്മുടെ മസാല ഏകദേശം നല്ല പേസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അടുത്തതായിട്ട് നമ്മൾ കക്ക ഇറച്ചി വേവിക്കാൻ പോവുകയാണ്. ഒരു പാനിൽ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ പാൻ തന്നെയാണ്. അതിൽ നമ്മുടെ കക്ക ഇറച്ചി, കഴുകി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നു. അതിനുശേഷം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് അതിലേക്ക് ചേർക്കുന്നു. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം, കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക.
കക്കയിറച്ചി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് വേവിക്കുക. അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. അടുത്തതായിട്ട് നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റിന് രുചി കൂടുതൽ നൽകുന്ന ഒരു ചെറിയ പൊടിക്കൈയാണ്. അതിനായിട്ട് ഒരു ചെറിയ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. തേങ്ങ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ഇടാം. ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നമ്മുടെ വേവിച്ച കക്കയിറച്ചിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. മസാല നല്ല രീതിയിൽ കക്കയിറച്ചിയിൽ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ടച്ചാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. രുചി ഊറുന്ന കക്ക ഇറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.